തുടങ്ങിക്കോ. If you were told you can eat anything now, what would you eat? ചിക്കൻ. Whose body do you admire? ജേസൺ സ്റ്റാത്തം എന്ന് പറയുന്ന ആക്ടർ. Which is your favorite exercise and why? ഡെഡ് ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ നിന്നൊക്കെ മറ്റേ ഒരു തീ വരുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും. Who's your favorite Malayalam actor? ആസ് എൻ ആക്ടർ ഫഹദ് ഫാസിൽ. Which is your favorite acting moment or dialogue? എന്നുണ്ട മൊയ്തീനിലെ ആ ഒരു സീക്വൻസ് വിത്ത് പാർവതി, ആ ഒരു പെണ്ണ് കാണൽ സീൻ കഴിഞ്ഞിട്ടുള്ള ആ സീൻ. If a movie was made out of your life till now, who will play the hero? ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ടും എൻ്റെ കഥ ആയതുകൊണ്ടും ഞാൻ തന്നെ ആയിരിക്കും. Who is your favorite Malayalam actress? നിത്യാമേനോൻ. Why? നല്ല ആക്ട്രസ് ആണ്. ഇഷ്ടമല്ലാത്ത ഒരു നടനോ നടിയോ ഉണ്ടോ? എന്തിനാ, എനിക്ക് എല്ലാവരോടും ഇഷ്ടമാണ്. സിനിമയിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണ്? പ്രൈമറി എന്ന് പറയുന്നത് ആ സിനിമ നന്നായി എന്നും കഥാപാത്രം നന്നായി എന്നും ആത്മാർത്ഥമായിട്ടൊരാൾ പറയുമ്പോഴാണ് എൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഏറ്റവും അനോയിങ് ആയിട്ടുള്ള കാര്യം. ഒന്ന്, ആസ്വദിക്കാനുള്ള കഴിവില്ലാത്തവർ അതിനെപ്പറ്റി അഭിപ്രായം പറയുക. രണ്ട്, എന്താ പറയുക, പലപ്പോഴും സ്വയം ബുദ്ധിജീവിയാവാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും വ്യക്തിഹത്യ ചെയ്യാനോ വേണ്ടിയിട്ട് ഒരു സിനിമയെ താമസിച്ച് കാണിക്കുക. അതാണ് ഏറ്റവും മോശപ്പെട്ട കാര്യം. ഇന്നിവിടെ എത്തിയതിന് കാരണമായിട്ട് ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ അത് ആരുടെ പേരായിരിക്കും പറയും? ഇന്ന് എത്തിയതിന് കാരണം ഒരുപാട് പേരുണ്ട്. പക്ഷെ എൻ്റെ ചേട്ടൻ എനിക്ക് അന്ന് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയ സമയത്ത് ചേട്ടൻ നീ റിസൈൻ ചെയ്ത് പോവാ, നീ എൻ്റെ കൂടെ താമസിച്ചോ എന്നും പറഞ്ഞ് എന്നെ കൂടെ നിർത്തി സിനിമയിലെ അവസരങ്ങൾ അന്വേഷിച്ച് ഞാൻ നടക്കുമ്പോഴും എനിക്ക് അന്നൊരു ഷർട്ടും പാൻറ്റും കൂളിംഗ് ഗ്ലാസും വാങ്ങാനുള്ള പൈസ വരെ ഞാൻ ചേട്ടൻ്റെ ശമ്പളത്തിൽ നിന്നായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഉള്ളൊരു ചേട്ടനില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഇവിടെ നിൽക്കില്ലായിരുന്നു. സിനിമയിലെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സിനിമയിൽ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്. എനിക്ക് സിനിമയേക്കാൾ കൂടുതൽ ജീവിതത്തിലാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. വൈഫിനോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കള്ളം പറയേണ്ടി വരാറില്ല ആക്ച്വലി. കാര്യം ഞങ്ങൾ തമ്മിൽ കുറേ നാളത്തെ പരിചയമുണ്ട്. ഞങ്ങളൊരു സ്കൂൾ കഴിയുമ്പോൾ തൊട്ട് ഇപ്പോൾ പരിചയമുണ്ട്. ഞാൻ കള്ളം പറഞ്ഞാൽ പെട്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയും ചെയ്യും. മദ്യപിക്കാറുണ്ട്? മദ്യപിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊരു ഇപ്പോഴത്തെ ഇതിലൊരു സോഷ്യൽ ഡ്രിങ്കർ പോലും അല്ല. നടന്മാർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതുന്ന ഒരു ക്വാളിറ്റി എന്താ? അങ്ങനെയുണ്ടോ? നടന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരെയും പോലെ ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഹ്യൂമൻ ബീയിങ്സിന് ഉണ്ടാവേണ്ട എല്ലാ ക്വാളിറ്റികളും നടന്മാർക്കും ഉണ്ടാവണം. നിശ്ചയമായിട്ടും ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി എന്താണ്? ചുരുങ്ങിയ പക്ഷം അഭിനയിക്കാൻ അറിയണം. ആദ്യത്തെ പ്രതിഫലം എത്രയാണ്? ABCDയിലാണ് ആദ്യമായിട്ട് ഒരു പ്രതിഫലം കിട്ടുന്നത്. അതിലൊരു അത്യാവശ്യം തരക്കേട്ടുള്ള ഒരു 40,000 രൂപ. ആദ്യമായിട്ട് കിട്ടിയ സിനിമയിൽ കിട്ടിയ പ്രതിഫലം കൊണ്ട് എന്താ ചെയ്യുന്നത് സ്പെസിഫിക് ആയിട്ട്? ഞാൻ ആദ്യമായിട്ട് കിട്ടിയ പ്രതിഫലം ഒരു ആദ്യത്തെ ഗഡുവായിട്ട് കിട്ടിയ ഒരു 20,000 രൂപ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് പിന്നെ ഞാൻ ഒരു 2 വർഷത്തോളം ഞാൻ അന്ന് തന്ന 20,000 ഒരു 10,000 രൂപ താന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു 200 പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടാവും. ഒരു സിനിമ കഴിഞ്ഞിട്ട് വരുന്ന പ്രതിഫലത്തിൽ നിന്ന് റെഗുലർ ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? കാര്യം ഞാനൊരു സംഘടനയുടെ ഭാഗമായിട്ട് ചാരിറ്റി ചെയ്യാനും അതിനൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ എന്നെക്കൊണ്ടാവുന്ന സഹായം എൻ്റെ ചുറ്റുമുള്ളവർക്ക് ചെയ്യാറുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളപ്പോൾ എന്നേക്കാൾ ആവശ്യമുള്ള എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ആ പൈസ സ്പെൻഡ് ചെയ്യാറുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ അതിനേക്കാൾ കൂടുതൽ മനുഷ്യരിലാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ളവരിലാണ്, മനുഷ്യന്മാരിലാണ് ഈ പറയുന്ന ദൈവം ഉള്ളതെന്ന് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തെ കാണിച്ചു തരാം അല്ലെങ്കിൽ ഒരു ഹിറ്റ് സിനിമ തരാം, ഈ 2 ചോയ്സസ് വന്നാൽ ഏതാണ് സ്പോണ്ടേനിയസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്? ഹിറ്റ് സിനിമകൾ ഉണ്ടെങ്കിലല്ലേ എനിക്ക് നിലനിർത്താൻ പറ്റുള്ളൂ, സിനിമയെ നിലനിർത്താൻ പറ്റുള്ളൂ. ആ ഹിറ്റ് സിനിമ ഉണ്ടാവാനായിട്ട് കാരണക്കാരായിട്ടുള്ള എല്ലാവരും എനിക്ക് ദൈവമാണ്. ആരോടെങ്കിലും ഇഷ്ടം ഉണ്ടായിട്ട് അത് തുറന്ന് പറയാതിരുന്നിട്ടുണ്ടോ? പണ്ടൊക്കെ ഉണ്ട്, ഇപ്പോഴൊന്നുമില്ല. ഇപ്പൊ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ തുറന്നു പറയാം. ദേഷ്യം ഉണ്ടായിട്ട് പറയാതിരുന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറയാറുണ്ട്. പക്ഷെ പറയുമ്പോൾ ആ ഒരു ദേഷ്യം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതുവരെ ആരോടും പറയാത്ത എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളോട് പറയണം. ഞാൻ അങ്ങനെ ഒരുപാട് സീക്രട്സ് ഉള്ള ഒരാളല്ല. എൻ്റെ കാര്യങ്ങളെല്ലാവരും അറിയുന്നതാണ്. പിന്നെ ആരോടും പറയാത്ത കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനത് ആരോടും പറയാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ആരോടും പറയാത്തത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആരോടും പറയുന്നില്ല. I will prove that I live, I rule and I stand for the poor people in India.